UDF സർക്കാരിന്റെ കാലത്ത് നടന്ന വിവാദ ഉത്തരവുകളെല്ലാം നിയമലംഘനമെന്ന് CAG റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, കടുംവെട്ട് മന്ത്രിസഭാ യോഗം എന്ന പേരിൽ പോലും കുപ്രസിദ്ധി ആർജിച്ച കാര്യങ്ങളെയൊക്കെ CAG പരാമർശത്തിൽ എന്തൊക്കെയാണ് വെളിവാകുന്നത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. അജിംഷാദ്, UDF സർക്കാരിന്റെ അവസാന കാലത്ത് കൈക്കൊണ്ട വിവാദ ഉത്തരവുകളിലെല്ലാം വീഴ്ചയുണ്ട്, ക്രമക്കേടുണ്ട് എന്നുള്ളത് ശരിവെക്കുന്നതാണ് CAG റിപ്പോർട്ട്. ഇതിന്റെ പരിശോധനകളാണ് ഇപ്പോൾ ഏതായാലും മന്ത്രിസഭാ ഉപസമിതി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് CAG ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. പ്രധാനമായും UDF സർക്കാരിന്റെ കാലത്ത് നൽകാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ള ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, മെത്രാൻ കായൽ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം, കടമക്കുടി, ഒപ്പം തന്നെ മൊബിലിറ്റി, കോട്ടയത്തെ ഇടനാഴിയുടെയും കോട്ടയത്തെ മൊബിലിറ്റി ഹബിനും എന്നിവയിൽ പൂർണ്ണമായും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചു എന്ന് തന്നെയാണ് CAG റിപ്പോർട്ട് വിമർശിക്കുന്നത്. വിവാദ ഉത്തരവുകളിൽ എല്ലാം ഉത്തരവുകൾ എല്ലാം തന്നെ പൂർണ്ണമായും ഈ രീതിയിൽ നിയമലംഘനം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിൽ നിലവിലിപ്പോൾ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും CAG തുടർ നടപടികളെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായും റവന്യൂവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് CAG റിപ്പോർട്ടിൽ വിമർശിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തിനു ശേഷവും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാതെ നിലനിൽക്കുന്നു. കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടത് വർഷങ്ങളായുള്ള സർക്കാർ ഭൂമിയുടെ കയ്യേറ്റത്തിന് കാരണമായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കണ്ണൻദേവൻ മലനിരകൾ ഉൾപ്പെടെയുള്ള അവയിൽ 1971 ജനുവരി 21 ശേഷമുള്ള കണ്ണൻദേവനുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള സർക്കാർ ഭൂമിയിലെ നിയമവിരുദ്ധമായ കയ്യേറ്റങ്ങൾ എല്ലാം നിർബാധം ഒഴിപ്പിക്കേണ്ടതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒഴിപ്പിക്കലിന് ശേഷവും പലയിടത്തും കയ്യേറ്റങ്ങൾ നടന്നു. പ്രധാനമായും കയ്യേറ്റങ്ങൾ സ്ഥിരമായി ഒഴിപ്പിക്കുന്നതിൽ വേണ്ട നടപടിയെടുക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വകുപ്പ് പരാജയപ്പെട്ടതായും ചൂണ്ടിക്കാട്ടുന്നു. മൂന്നാറിൽ ഉൾപ്പെടെ ഭൂമി സംരക്ഷിക്കുന്നതിൽ റവന്യൂ അധികാരികൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഭൂമി നൽകുന്നത് കണ്ടെത്താനും അതോടൊപ്പം തന്നെ പരിവർത്തനപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഒരു ധാരണയുമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നും വിമർശിക്കുന്നുണ്ട്. ഇതുകൂടാതെ എക്സൈസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ CAG കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ബാറുകളുടെയും അതോടൊപ്പം തന്നെ ബിയർ വൈൻ പാർലറുകളുടെയും ലൈസൻസുകൾ നൽകുന്നതിൽ സുതാര്യതയില്ലായിരുന്നു എന്നുള്ളതാണ് CAG റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ലൈസൻസുകൾ നൽകുന്നതിനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വിദേശ മദ്യ ചട്ടങ്ങളിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ ദേശീയപാതയോരത്തെ കേന്ദ്ര നിർദ്ദേശം മറികടന്നുകൊണ്ട് ദേശീയപാതയോരത്ത് 10 പുതിയ ബിയർ വൈൻ ലൈസൻസുകൾ കഴിഞ്ഞ UDF സർക്കാർ നൽകിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. തീർച്ചയായും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ഒരു പക്ഷേ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. നോക്കൂ ഷീജ, സുധീരൻ പോലും പല വിധത്തിൽ വിമർശിച്ചിരുന്നതാണ് ഈ കടമക്കുടി, മെത്രാൻ കായൽ അടക്കമുള്ള വിഷയങ്ങളിലെ മന്ത്രിസഭാ തീരുമാനങ്ങളെ. കടുംവെട്ട് മന്ത്രിസഭാ തീരുമാനം എന്ന രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ചതാണ്. ഒരു പക്ഷേ ബിയർ വൈൻ പാർലറുകളുടെ അടക്കമുള്ളവയെ സംബന്ധിച്ച് അന്നത്തെ പ്രതിപക്ഷം മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായത് മാത്രമല്ല, വസ്തുതാപരമായ കാര്യങ്ങൾ കൂടിയാണ് എന്നതാണോ ഈ CAG റിപ്പോർട്ടിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും അന്നുയർന്ന എല്ലാ ആരോപണങ്ങളും അതുപോലെ തന്നെ ശരിവെക്കുന്നതാണ് CAG റിപ്പോർട്ട് എന്ന് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒന്നിലല്ല, റവന്യൂവിലും അതോടൊപ്പം തന്നെ എക്സൈസിലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും ശരിവെക്കുന്നതാണ്. അതുതന്നെയാണ് ഈ റിപ്പോർട്ട് അടിവരയിടുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് മെത്രാൻ കായലും അതോടൊപ്പം തന്നെ കടമക്കുടി ഉൾപ്പെടെയുള്ള വിവാദ സർക്കാരിന്റെ തീരുമാനങ്ങൾ. ഇതിൽ മുഖ്യമന്ത്രിയുടെ പേരും എടുത്തു പറയുന്നു. മുഖ്യമന്ത്രി നേരിട്ട് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ തുടർന്ന് വന്ന LDF സർക്കാർ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ മന്ത്രിസഭാ ഉപസമിതിയെ കൊണ്ട് പരിശോധന നടത്തുന്നു എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും അവർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് തുടർന്ന് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളത് തീരുമാനിക്കുമെന്നും ഈ റിപ്പോർട്ട് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അജിംഷാദ്, ഒരുപക്ഷെ ഈ വിധത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൽ പോലും അഭിപ്രായ ഭിന്നത ഉണ്ടായ ഘട്ടം, സുധീരൻ പോലും ഈ വിഷയത്തിൽ എടുത്ത തീരുമാനങ്ങളെ. ഷിജ, കേൾക്കാമോ? തീർച്ചയായും UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ വിവാദ ഉത്തരവുകളൊക്കെ നിയമലംഘനങ്ങളാണ് എന്ന് ബോധ്യമാക്കുന്ന
കൃത്യമായ തെളിവുകൾ പുറത്തെത്തുന്നു. CAGയുടെ റിപ്പോർട്ടിലാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ പുറത്തെത്തുന്നത്. കടമക്കുടി, മെത്രാൻകായൽ അടക്കമുള്ള വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ, മന്ത്രിസഭയുടെ തീരുമാനങ്ങളൊക്കെ നിയമലംഘനങ്ങളാണ്. തണ്ണീർത്തട നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ രൂപപ്പെടുത്തിയത് എന്ന കടുത്ത വിമർശനമാണ് നിയമങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പുറത്തെത്തുന്നത്. ഒപ്പം ബീർ വൈൻ പാർലറുകൾ അനുവദിച്ചതിലെയും ക്രമക്കേടുകളെ സംബന്ധിച്ചും നഗ്നമായ നിയമലംഘനം തന്നെയാണെന്ന് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്, രാഷ്ട്രീയമായ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച കടുംവെട്ട് മന്ത്രിസഭാ യോഗം എന്ന രീതിയിൽ പോലും കുപ്രസിദ്ധമായ ആ തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിവക്ഷിക്കപ്പെടുന്നത്. ആ ഘട്ടത്തിൽ UDFിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായ സുധീരൻ പോലും ഇത്തരത്തിലുള്ള തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചത് കേവലം രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമല്ല, മറിച്ച് അതിനകത്ത് വസ്തുതാപരമായ കാര്യങ്ങൾ കൂടി ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നതുകൂടിയാണ് ഈ CAG റിപ്പോർട്ട് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വിവാദമായ പല ഉത്തരവുകളും നിയമലംഘനമാണെന്ന് CAGയുടെ റിപ്പോർട്ട്. UDF സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ, അവസാന കാലങ്ങളിൽ നടത്തിയ വിവാദ തീരുമാനങ്ങളൊക്കെയും നിയമലംഘനങ്ങളാണ് എന്ന് ബോധ്യമാകുന്ന കൃത്യമായ വസ്തുതകൾ പുറത്തെത്തുന്നു. CAGയുടെ റിപ്പോർട്ടാണ് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. ഷീജ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷീജ, 425 ഏക്കർ നിലം നികത്താനുള്ള അടക്കമുള്ള തീരുമാനങ്ങൾ, പലതും വിവാദമായതിനെ തുടർന്ന് പിന്തിരിഞ്ഞ ഘട്ടങ്ങൾ, ഇവയൊക്കെയും ബീർ വൈൻ പാർലറുകൾ അനുവദിച്ച കാര്യങ്ങളിൽ അടക്കമുള്ളവയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ് CAG റിപ്പോർട്ടിലുള്ളത്. എന്തൊക്കെയാണവ? അജിംഷാദ്, തീർച്ചയായും UDF സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ഉത്തരവുകളിൽ എല്ലാം തന്നെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ടും ശരിവെക്കുന്നത്. ഇതിൽ പ്രധാനമായും CAG റിപ്പോർട്ട് വ്യക്തമായും ക്രമക്കേടുകൾ കണ്ടെത്തിയത് എന്ന് പറയുന്നവ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വകാര്യ കൃഷിഭൂമി ഏറ്റെടുത്തു. അതിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയം നഗരാതിർത്തിയിലുള്ള ഒരു നെൽവയൽ നികർത്തിക്കൊണ്ട് കോട്ടയം ഇടനാഴി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം വന്നു. ഇതിൽ സർക്കാർ ഉത്തരവിട്ടു. ഒപ്പം തന്നെ കോട്ടയത്ത് തന്നെ മൊബിലിറ്റി ഹബ്ബ് കൂടാതെ മറ്റു രണ്ട് സുപ്രധാനമായ ഉത്തരവുകൾ എന്ന് പറയുന്നത് മെത്രാൻ കായലുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ കടമക്കുടിയുമായി ബന്ധപ്പെട്ടുമുള്ളതാണ്. ഈ ഉത്തരവുകൾ 2016 മാർച്ചിൽ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവുകളിൽ എല്ലാം തന്നെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതായത് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം തന്നെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ ഉത്തരവുകൾ എല്ലാം എന്ന് തന്നെയാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ളത് മുഖ്യമന്ത്രി നേരിട്ട് ഇതിലെല്ലാം തന്നെ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ശ്രീ ജോസഫ് വാഴക്കൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് വിവാദമായ ആ ഉത്തരവുകളൊക്കെയും ഒരുപക്ഷെ അതേക്കുറിച്ച് ഉയർന്നവയൊക്കെയും അന്നത്തെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ മാത്രമല്ല, അതിൽ വസ്തുതയുണ്ട് എന്നാണോ ഈ CAGയുടെ റിപ്പോർട്ടിൽ നിന്നും ഒരു നിഷ്പക്ഷമായ കൂട്ടിവായിക്കൽ വേണ്ടിവരിക? അതിനകത്ത് പ്രതിപക്ഷത്തിന്റെ ആരോപണമൊന്നും അല്ലായിരുന്നില്ല, UDF തന്നെയല്ലേ അതിനെതിരെ. അത് സുധീരൻ മാത്രമായിരുന്നില്ലേ ആ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത്? സുധീരനല്ലല്ലോ, KPCC അല്ലേ? അതെ. പിന്നെ നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായം പറഞ്ഞാൽ CPMന്റെ അഭിപ്രായമാണ്. അങ്ങനെ പാർട്ടി അതിനകത്ത് അഭിപ്രായം പറഞ്ഞു. അതിനെ തുടർന്ന് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ അകത്ത് പിന്നെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ ആറന്മുളയിൽ ഭൂമി നികത്താൻ വേണ്ടി ശ്രീ അച്യുതാനന്ദൻ കൊടുത്ത ഉത്തരവ് എത്ര ഏക്കറാണ് നികത്തിയത്. അപ്പൊ അത് തണ്ണീർത്തട നിയമത്തിന്റെ ലംഘനമല്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. അതാത് കാലഘട്ടത്തിലെ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അത് നടപ്പിലാക്കിയ കാര്യമാണ്, ഇത് നടപ്പിലാക്കാത്ത കാര്യമാണ്. നടപ്പിലാക്കാനാകാതെ പോയത്. എന്തായാലും ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനകത്ത് ചട്ടവിരുദ്ധമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചല്ലോ. അത് നടപ്പിലാക്കിയിട്ടില്ലല്ലോ. ഈ 425 ഏക്കർ നിലം നികത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ബീർ വൈൻ പാർലറുകൾ അനുവദിച്ചത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ കാര്യങ്ങൾ പലതും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു എന്നത് ശരിയാണ്. പക്ഷെ അതിലെ ഇടപെടലുകൾ
സുതാര്യതക്കുറവാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അന്ന് ഉയർന്നത് രാഷ്ട്രീയമായ ആരോപണമല്ല, മറിച്ച് വസ്തുതാപരമാണെന്ന് ഇന്നത്തെ CAG റിപ്പോർട്ട് വരുമ്പോൾ കൂട്ടി വായിക്കാമോ? അതാണ് എൻ്റെ ചോദ്യം. ശ്രീ ജോസഫ് വാഴക്കൻ. CAGയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. CAGയുടെ റിപ്പോർട്ടിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അത് കണ്ട് ബോധ്യപ്പെട്ട എന്ത് അടിസ്ഥാനത്തിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് വീഴ്ച വന്നിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇപ്പോഴും ഈ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചട്ടവിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാം. ഈ CAGയുടെ റിപ്പോർട്ട്, ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്ന CAGയുടെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തെത്തുമ്പോൾ അതേ സംബന്ധിച്ച് പരിശോധിക്കും. ശ്രീ ജോസഫ് വാഴക്കൻ. തീർച്ചയായും ജോസഫ് വാഴക്കൻ്റെ ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുന്നു. ഇത്തരത്തിൽ വിവാദമായ ഉത്തരവുകളും അതിൻ്റെ വിശദാംശങ്ങളും അടങ്ങിയ CAGയുടെ റിപ്പോർട്ട് പുറത്തെത്തിയതേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞ ശേഷം തങ്ങൾ രാഷ്ട്രീയമായി തന്നെ അതേ സംബന്ധിച്ചുള്ള പരിശോധിച്ച് പരിഹാര നടപടികൾ വേണമെങ്കിൽ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കും, അല്ലെങ്കിൽ അതിനെ പരിശോധിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 425 ഏക്കർ നെൽവയൽ നികത്താനുള്ള വിവാദ ഉത്തരവടക്കം കടമക്കുടിയിലെയും മെത്രാൻ കായൽ നികത്തലും അടക്കമുള്ളവയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നത്. UDF സർക്കാരിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് എടുത്ത ചില തീരുമാനങ്ങൾ അന്ന് തന്നെ വിവാദമായിരുന്നു. വിവാദമായതിനെ തുടർന്ന് പലതും പിൻവലിക്കുന്ന ഘട്ടമെത്തിയിരുന്നു. ഈ രീതിയിലേക്കൊക്കെ പോയ മന്ത്രിസഭാ തീരുമാനങ്ങൾ എടുത്ത മന്ത്രിസഭാ യോഗത്തെ കടുംവെട്ട് മന്ത്രിസഭാ യോഗം എന്ന രീതിയിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നു. ഈ വിഷയങ്ങളൊക്കെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള മാനങ്ങൾ കൈവരുന്നത്. CAGയുടെ റിപ്പോർട്ടിൽ അന്നെടുത്ത ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെടുത്ത ആ തീരുമാനങ്ങളൊക്കെയും ബീർ വൈൻ പാർലറുകളുടെ കാര്യത്തിലായാലും കടമക്കുടി മെത്രാൻ കായൽ വിഷയത്തിലായാലും ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വിഷയത്തിലായാലും ഒക്കെ എടുത്തത് നിയമലംഘനം തന്നെയാണ് എന്നതാണ് CAGയുടെ റിപ്പോർട്ട് പറയുന്നത്. CAGയുടെ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചു. ഇതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ഷീജ നൽകിയത്. തീർച്ചയായും UDF സർക്കാരിൻ്റെ അവസാന കാലത്തെ വിവാദ ഉത്തരവുകളിൽ നിയമലംഘനം നടന്നു എന്ന് CAGയുടെ കണ്ടെത്തൽ. മെത്രാൻ കായൽ കടമക്കുടി വിഷയങ്ങളിൽ നടന്നത് ചട്ടലംഘനമാണെന്നും ബീർ വൈൻ പാർലർ ലൈസൻസ് നൽകിയത് സുതാര്യമായല്ലെന്നും ചട്ടവിരുദ്ധ തീരുമാനങ്ങളിലാണ് ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചതെന്നും CAGയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, ഒരുപക്ഷേ ഇതിലെ പ്രധാന വിഷയം അന്നുയർന്നിരുന്ന, അല്ലെങ്കിൽ പലതും പിൻവലിക്കപ്പെട്ടതാണ്, ആ രീതിയിലേക്കൊക്കെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ കേവലം രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തേക്ക് വസ്തുതകളുണ്ട് എന്ന് ബോധ്യമാക്കുന്നതാണോ CAG റിപ്പോർട്ട്? ഉമ്മൻചാണ്ടി ഒപ്പുവെച്ച ഏതൊക്കെ കാര്യങ്ങളാണ് നിയമലംഘനങ്ങളായി CAGയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, പ്രധാനമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും കഴിഞ്ഞ UDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം വിവാദ ഉത്തരവുകളിലും ക്രമക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ CAGയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്വകാര്യ കൃഷിഭൂമി ഏറ്റെടുക്കാൻ 2015 മെയ് 6-നാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടത്. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ കോട്ടയം നഗരാതിർത്തിയിലുള്ള നെൽവയൽ കോട്ടയം ഇടനാഴി പദ്ധതിക്കായി മാറ്റം വരുത്താൻ സർക്കാർ ഉത്തരവിട്ടു. കൂടാതെ കോട്ടയം താലൂക്കിലെ തന്നെ നാട്ടകം വില്ലേജിലെ നെൽവയൽ കോടിമാത മൊബിലിറ്റി പദ്ധതിക്ക് വേണ്ടി മാറ്റം വരുത്തുന്നതിന് സർക്കാർ ഉത്തരവിട്ടു. ഇതിലും ക്രമക്കേടുണ്ട്. ഇതിലെല്ലാം തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഈ ഉത്തരവുകളിൽ ഒപ്പിട്ടു എന്നുള്ളത് ഇതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഒപ്പം തന്നെ വിവാദമായതിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ട 2 പ്രധാന ഉത്തരവുകൾ മെത്രാൻ കായലും അതോടൊപ്പം തന്നെ കടമക്കുടിയും, ഈ പദ്ധതികൾ ഇത് വിവാദമായതോടുകൂടി ഇത് റദ്ദാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇവയിലെല്ലാം തന്നെ പൂർണ്ണമായും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ക്രമക്കേടിൽ ഈ CAGയുടെ കണ്ടെത്തലിൽ എടുത്തു പറയുന്നത്. നേരത്തെ ഉയർന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളും ശരിവെക്കുന്നത് തന്നെയാണ് ഏതായാലും ഇപ്പോഴുള്ള CAG റിപ്പോർട്ട്. തീർച്ചയായും ഹരിപ്പാട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച വിഷയങ്ങൾ, ബീർ വൈൻ പാർലറുകൾ അനുവദിച്ചതിലെ വിഷയങ്ങളൊക്കെ പീപ്പിൾ TV പോലും ആ ഘട്ടത്തിൽ പുറത്ത് വാർത്തകളായി എത്തിച്ചതാണ്. അതിലെ ക്രമക്കേടുകളൊക്കെ അതൊക്കെ CAGയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഷീജ,
തീർച്ചയായും മെത്രാൻകായലും കടമക്കുടിയും ഉൾപ്പെടെ എല്ലാ വിവാദ തീരുമാനങ്ങളും ആ രീതിയിൽ തന്നെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അന്ന് തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CAG റിപ്പോർട്ടിലും ആ രീതിയിൽ വലിയ ക്രമക്കേട് കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ ഭാസുരേന്ദ്ര ബാബു, നേരത്തെ ജോസഫ് വാഴക്കൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് പലതും ആ സർക്കാർ തന്നെ കണ്ടെത്തി തിരുത്തിയതാണല്ലോ, ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ തിരുത്തേണ്ടി വന്നതാണ് എന്നത് വസ്തുതയാണെങ്കിൽ പോലും ഒരുപക്ഷെ CAGയുടെ റിപ്പോർട്ട് പുറത്തെത്തുമ്പോൾ ഏത് പരിപ്രേക്ഷ്യത്തിലാണ് അതിന്റെ ധാർമ്മികതയെ നാം ചോദ്യം ചെയ്യേണ്ടത്? അല്ല, അത് ആ കാര്യങ്ങള് ഒരിക്കലും വാസ്തവത്തിൽ പുതിയ സർക്കാർ വന്നപ്പോൾ പരിഹരിക്കപ്പെട്ട കാര്യമാണ്. അത് തിരുത്തപ്പെടുകയും അത് മാത്രമല്ല അതേ സംബന്ധിച്ച് അജീം ഷാദ് ഗൗരവതരമായ അന്വേഷണത്തിന്റെ ഒരു തീരുമാനം കൈക്കൊള്ളുകയും എനിക്ക് തോന്നുന്നു ആ അന്വേഷണങ്ങൾ നടക്കുകയാണ് എന്ന നിലയ്ക്കാണ് സർക്കാരിന് അതേ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്താൻ പുതിയ സർക്കാരിന് അവകാശവുമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് CAGയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. CAGയുടെ റിപ്പോർട്ട് ഒരു കണ്ടെത്തലാണ്, അത് ഒരു ഓഡിറ്റിംഗ് ആണ്. ആ ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ വിമർശനം ശരിയാണെന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഇത് വിമർശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാന കാലഘട്ടത്തിൽ മുൻ സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ അനാശാസ്യ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ആശാസ്യതയില്ലായ്മ, സുതാര്യതയില്ലായ്മ എന്ന നിലയ്ക്ക് അത് പരിശോധിക്കുകയുമാണ് ചെയ്തത്. പരിശോധിക്കുന്നതിന് പ്രത്യേക സംവിധാനവും ഉണ്ടാക്കി. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ വീക്ഷണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ CAG റിപ്പോർട്ട് അത് തന്നെ വിമർശന സ്വഭാവത്തോടെ ഉന്നയിക്കുമ്പോൾ അന്ന് ഇടതുപക്ഷം കൈക്കൊണ്ട തീരുമാനം കൂടുതൽ ശരിയാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തത്. CAGയുടെ ഈ ഓഡിറ്റിംഗിന്റെ വിവരം കൂടി നമുക്ക് ലഭിക്കും. അതായത് അന്ന് ഉയർന്നത് കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമായിരുന്നു എന്നതല്ല, മറിച്ച് വസ്തുതാപരമായ കാര്യങ്ങൾ അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് സാരം. ശ്രീവാസൻ, അതെ, CAGക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. കാര്യം CAG ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല, ഒരു ഓഡിറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു പരിശോധനാ വിഭാഗമാണ്. അവർ അതേ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, അവർക്ക് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് സുതാര്യമായി എടുത്ത തീരുമാനമല്ല. അതുപോലെ തന്നെ ബിയർ ആൻഡ് വൈൻ പാർലറൊക്കെ അനുവദിക്കുന്നത് തത്രപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക, പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ വരുമ്പോൾ വളരെ തത്രപ്പെട്ട് നടത്തുന്ന സ്റ്റോപ്പ് ഗ്യാപ്പ് മെഷേഴ്സ് ആയിട്ടാണ് കഴിഞ്ഞ സർക്കാർ അത് ചെയ്തത്. അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനം, എന്താ പറയാ, കടുംവെട്ട് വെട്ടുക എന്നത് രീതി, അതിനു വേണ്ടിയിട്ട് നിലവാരത്തിന് അപ്പോൾ ശരിക്കും അഴിമതിക്കുള്ള കളമൊരുക്കുന്ന രീതിയായിരുന്നു പോകുന്ന പോക്കിൽ പോലും ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. അതാണ് അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടി നമ്മോടൊപ്പം ഉണ്ട്, ശ്രീ മുഹമ്മദ് റിയാസ്. ശ്രീ മുഹമ്മദ് റിയാസ്, അങ്ങനെയാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു നിരീക്ഷിച്ചത്. ഓർമ്മയുണ്ട് നമുക്ക്, ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് KM മാണിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന അന്നത്തെ വിവാദങ്ങൾ, അതിനുശേഷം വലിയ തിരക്ക് പിടിച്ച് മന്ത്രിസഭാ യോഗങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നു, അതിനെ കടുംവെട്ട് മന്ത്രിസഭാ തീരുമാനം എന്ന രീതിയിൽ കുപ്രസിദ്ധി ആർജിക്കുന്നു. ഇതൊക്കെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ നിറമില്ലാതെ CAGയുടെ റിപ്പോർട്ടിൽ. എങ്ങനെ പരിശോധിക്കണം ഇതിനെ? നേരത്തെ ഈ സംഭവ സമയത്ത് DYFI ഉൾപ്പെടെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ, അന്നത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് ശരിവെക്കുന്നതാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ. കേരളത്തിലെ ജനങ്ങളാകെ ആ തീരുമാനങ്ങൾ തെറ്റായിരുന്നു, ആ തീരുമാനത്തിന് പിന്നിൽ അഴിമതി താല്പര്യങ്ങളുണ്ട്, മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു ജനങ്ങളാകെ. ഭരണകക്ഷിയായ UDFിലെ ചിലരുൾപ്പെടെ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അന്നത്തെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടത്. ഇപ്പൊ അന്നത്തെ പ്രതിപക്ഷവും DYFI പോലുള്ള പ്രസ്ഥാനങ്ങളും അതിശക്തമായി ഉയർത്തിയ ആരോപണവും പ്രക്ഷോഭവും എല്ലാം ശരിവെക്കുന്ന രീതിയിലേക്കാണ് പുതിയ സംഭവവികാസങ്ങളോട് പുറത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപ്പ് തിന്ന ഒരാൾ പോലും വെള്ളം കുടിക്കാതെ മുന്നോട്ട് പോകുക, രക്ഷപ്പെടുകയോ ഇല്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ജോസഫ് വാഴക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ തീരുമാനങ്ങൾ പലതും അന്ന് തന്നെ വിവാദങ്ങളായതിനെ തുടർന്ന് അതിനെ പരിശോധിക്കുകയും റദ്ദാക്കുകയും ചെയ്തതാണല്ലോ. ശരിയാണ്, മെത്രാൻകായൽ അടക്കമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ സർക്കാർ തീരുമാനങ്ങൾ പിൻവലിച്ചു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ അടക്കം പല കാര്യങ്ങളിലും ആ രീതിയിലേക്കൊരു എഡ്ജ് തങ്ങൾക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൽ ഒരുപക്ഷെ ഒരു ചെറിയ കഴമ്പില്ലേ?
ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ ജേക്കബ് ജോർജിലേക്ക് കൂടി പോവുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ ജേക്കബ് ജോർജ് കേൾക്കാമല്ലോ? ശ്രീ ജേക്കബ് ജോർജ് താങ്കൾക്ക് കേൾക്കാമല്ലോ? കേൾക്കാം. അതായത് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്, പ്രത്യേകിച്ച് താങ്കൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഓർമ്മയുണ്ട്. ആ രീതിയിലേക്ക് കടുംവെട്ട് മന്ത്രിസഭാ യോഗ തീരുമാനം, നേരത്തെ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ പോകുന്ന വഴിക്ക് കിട്ടുന്നതൊക്കെ ആയിക്കോട്ടെ എന്ന രീതിയിൽ പോലും വിമർശകർ അതിനെ വിമർശിച്ചിരുന്നു. പല തീരുമാനങ്ങളും പിൻവലിക്കേണ്ടി വന്നു. KPCC അധ്യക്ഷൻ പോലും ഈ കടുംവെട്ട് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾക്കെതിരെ നിലപാടെടുത്തത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടം പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷം, അതായത് അന്ന് ഇടതുപക്ഷം വലിയ ശക്തമായ വിമർശനങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിൽ ഉന്നയിച്ചു. ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്കെതിരെയും ആ മന്ത്രിസഭയ്ക്കെതിരെയും. ഒരുപക്ഷെ അതൊക്കെ ശരിവെക്കുന്ന തരത്തിലേക്ക് ഇന്ന് CAG റിപ്പോർട്ട് വരുന്നു. എങ്ങനെ കാണണം ഈ ഘട്ടത്തിൽ അതിനെ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവൺമെന്റിന്റെ അപജയത്തിന്റെ ഏറ്റവും അവസാനത്തെ സംഭവമായിരുന്നു ഈ ഏറ്റവും ഒടുവിലത്തെ UDF ഗവൺമെന്റിന്റെ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ. മെത്രാൻ കായൽ മുതൽ കടമക്കുടി തുടങ്ങി കോട്ടയത്തെ ഇടനാഴി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ, അത് തീർച്ചയായിട്ടും അത് കേരളത്തിലെ പല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ, പ്രത്യേകിച്ച് നെൽവയൽ നീർത്തടാക നിയമങ്ങൾ, ഇതിനൊക്കെ എതിരായിരുന്നു. ഇതിനെ അട്ടിമറിക്കുന്നതായിരുന്നു. സംഘടിതമായ ഒരു ശ്രമം അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. പല വകുപ്പുകളിലായിട്ട്, പല രാഷ്ട്രീയ പാർട്ടികളിലായിട്ട് UDF തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. തീർച്ചയായിട്ടും CAG ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് എല്ലാം ശരിയായിരുന്നു എന്ന് വരുത്തുകയാണ്. തീർച്ചയായിട്ടും CAG റിപ്പോർട്ടിന്മേൽ ഗവൺമെന്റാണ് മറുപടി കൊടുക്കേണ്ടത്. അത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് വ്യക്തമല്ല. എന്തൊക്കെയാണെങ്കിലും KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞത് അഴിമതിക്കാരുടെ ഗവൺമെന്റാണ് ഇത് എന്നാണ്. VM സുധീരനാണ് ഇടതുപക്ഷത്തെക്കാൾ ശക്തമായിട്ട് ഈ തീരുമാനങ്ങൾക്കെതിരെ മുന്നോട്ട് വന്നത്. KPCC അധ്യക്ഷൻ VM സുധീരനാണ് എന്ന കാര്യം കൂടി ഓർക്കണം. തീർച്ചയായിട്ടും ഇപ്പോഴും UDFനെ വേട്ടയാടുന്ന തീരുമാനങ്ങളാണ് ഇത് എന്നുള്ളത് കൗതുകകരം തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു CAG റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതേ സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി ഒക്കെ പരിശോധിച്ച് വലിയ സാധ്യതകൾ ഇപ്പോഴത്തെ സർക്കാരിന് മുന്നിലുണ്ട്. ഈ നിലപാടുകളോട് സുധീരൻ എങ്ങനെ പ്രതികരിക്കാനാകും താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? അല്ല, അതാണിപ്പോ കുറച്ചും കൂടെ ആറ്റിൽ കൂടെ കുറെ കൂടെ വെള്ളം ഒഴുകിപ്പോയിരിക്കുന്നു. സുധീരൻ എവിടെ നിൽക്കുന്നു ഇപ്പോൾ? അന്നത്തെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നോ, അതോ ഇപ്പോൾ നിലപാട് മാറ്റുകയാണോ? ഇപ്പോൾ LDF ഇടതുപക്ഷ, അതിനകത്ത് വേറൊരു രസകരമായ കാര്യം, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മദ്യനയം മാറ്റുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം വന്ന കൂട്ടത്തില് സുധീരനുണ്ടായിരുന്നു. പുറകെ ഉമ്മൻചാണ്ടിയും വന്നു. ഉമ്മൻചാണ്ടി അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ മദ്യനയം എന്ന് വെച്ചാൽ, അന്ന് സുധീരൻ ഒരു മദ്യനയം പ്രഖ്യാപിച്ച് അത് UDFനെ കൊണ്ട് നടപ്പിലാക്കിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ മദ്യനയം UDFന്റെ കാലത്തുണ്ടായത്. ഇന്ന് വീണ്ടും ഈ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ മദ്യനയം തെറ്റാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം ഗവൺമെന്റ് മാറുമ്പോഴേക്ക് രസകരവും കൗതുകകരവുമായ മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. തീർച്ചയായും തുടരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ നമ്മോടൊപ്പം MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി ചേരുന്നു. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഇവിടെ CAGയുടെ റിപ്പോർട്ടാണ് പുറത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ ഗിയറിലും പെടാത്ത അപൂർവം ചില ഏജൻസികളിലൊന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു റിപ്പോർട്ടിനെ ഒരുപക്ഷെ നിങ്ങൾ ഉയർത്തിയ പല വിഷയങ്ങളും കാതലാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. അതേ സംബന്ധിച്ച് വലിയ നിയമപരമായ സാധ്യതകൾ നിങ്ങളുടെ സർക്കാരിനും ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFന്റെ ഭരണകാലത്ത് കൃത്യതയോടുകൂടി, പ്രത്യേകിച്ച് അതിന്റെ അവസാന ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഓരോ തീരുമാനങ്ങളും നിയമലംഘനമായിട്ടാണ് നടന്നിട്ടുള്ളതെന്നും രാജ്യത്തിനെതിരായിട്ടുള്ളതാണ്, നാട്ടിനെതിരായിട്ടുള്ളതാണ് എന്നും അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. ആ ചൂണ്ടിക്കാണിച്ച ഓരോരോ കാര്യവും CAG ഇപ്പോൾ അക്കമിട്ട് നിരത്തി തെറ്റായിരുന്നു എന്നിപ്പോ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ നിലപാടുകൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നുവോ അതിനെല്ലാം ഔദ്യോഗികമായിട്ട് തന്നെ CAGയുടെ ഭാഗത്ത് തന്നെ കൃത്യമായ സാക്ഷ്യപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഇതിന്റെ മേലെ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഗവൺമെന്റിന് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ ഇപ്പം മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണല്ലോ കാര്യം. ഏതെങ്കിലും ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ
ഒരുപക്ഷെ ചെന്നിത്തലയുടെ വലിയ മുൻകൈയിൽ എടുക്കപ്പെട്ട വിഷയം എന്ന രീതിയിൽ അന്ന് കുപ്രസിദ്ധി ആർജിച്ചതാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് പീപ്പിൾ TV പോലും പല വെളിപ്പെടുത്തലുകളും നടത്തിയതാണ്. അതൊക്കെ ശരിയാണെന്ന് വരുന്നു. ബീർ വൈൻ പാർലറുകൾ അനുവദിച്ചതിലെ കേന്ദ്ര നിയമങ്ങൾ നഗ്നമായി അട്ടിമറിച്ചത്, അതേ സംബന്ധിച്ചും പീപ്പിൾ TV നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ പ്രതിപക്ഷ ആരോപണങ്ങൾ, ഇത്തരത്തിൽ മാധ്യമ ഇടപെടലുകൾ ഒക്കെ ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഇനി റോൾ ഇപ്പോഴത്തെ സർക്കാരിനാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഗവൺമെന്റ് അഴിമതിക്കെതിരായിട്ടും രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് എതിരായിട്ട് സ്വീകരിച്ച സമീപനങ്ങൾ തിരുത്തുന്നതിനും ബാധ്യതയുള്ള ഗവൺമെന്റാണ്. നമ്മൾ അടിയന്തരമായിട്ട് ഉയർത്തിപ്പിടിച്ച 3 മുദ്രാവാക്യങ്ങൾ: 1, മതനിരപേക്ഷതയുടേതാണ്; 2, ഈ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതിയുടെ പ്രശ്നമാണ്; 3, കേരളത്തിന്റെ വികസനമാണ്. ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇത് ജാതിമത ശക്തികൾക്ക് കീഴടങ്ങുകയും അഴിമതിയിൽ കുളിച്ചു നിൽക്കുകയും വികസന വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട UDFന്റെ, പ്രത്യേകിച്ച് അതിന്റെ അവസാന ഘട്ടം എത്തിച്ചേർന്നിട്ടുള്ളത്. അത് മുഴുവൻ എണ്ണി തെറ്റാണ് എന്ന് ഇപ്പോൾ CAG റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ഔദ്യോഗികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചില മാധ്യമങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഓരോന്നും വസ്തുതാപരമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് വലിയ അംഗീകാരമാണ്. മാധ്യമങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും പ്രത്യേകിച്ച് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള വലിയ അംഗീകാരം തന്നെയാണ്. ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുക തന്നെ വേണം. അവസാനത്തെ നടപ്പിലാക്കിയിട്ടുള്ളതും നടപ്പിലാക്കാൻ തീരുമാനിച്ചതുമായിട്ടുള്ള ഒരുപാട് സർക്കുലറുകളും നിയമങ്ങളും ഉണ്ടായിരുന്നുണ്ട്. അതൊക്കെ കുറെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുറെ റദ്ദ് ചെയ്യാതെ തുടരുന്നുണ്ട്. അതിന്റെ മേലുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധനയും അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും CAG റിപ്പോർട്ടും എല്ലാം വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് ബാധ്യതയായിരിക്കുന്നു എന്നുള്ളതാണ്. ചുമതലയുണ്ട്, ബാധ്യതയായിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതാണ് ശരിയാണ്. ശ്രീ ജേക്കബ് ജോർജ്, അത്തരത്തിലൊരു ബാധ്യത തങ്ങൾ മുമ്പോട്ട് വെച്ച പ്രകടന പത്രികയിലെ തങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് യോജിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിലെത്തിയിരിക്കുന്നത്. ആ അർത്ഥത്തിലും മറ്റ് സർക്കാർ എന്നതിൻ്റെ ബാധ്യതയിലും ഒരുപക്ഷെ വലിയ ബാധ്യതയാണ് ഈ വിഷയത്തിൽ തുടർ നടപടികൾ എടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നത് എന്നതുകൂടിയാണ് ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മപ്പെടുത്തി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നത്. ഒരുപക്ഷെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തുന്നു. നോക്കൂ, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ശ്രീ ജോസഫ് വാഴക്കൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു സത്യസന്ധമായി CAG റിപ്പോർട്ട് പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല, കണ്ടെത്തി പരിശോധിക്കും. പക്ഷെ പല തീരുമാനങ്ങളും പിൻവലിച്ചതാണല്ലോ എന്ന്. ആ ഉത്തരം ഈ വിഷയം ഉയർത്തുന്ന ധാർമ്മികതയ്ക്ക് മറുപടിയാണോ ശ്രീ ജേക്കബ് ജോർജ്? ശ്രീ ജേക്കബ് ജോർജ്, MV ഗോവിന്ദൻ മാസ്റ്ററിലേക്ക്. മാസ്റ്റർ കേൾക്കാമോ? മാസ്റ്റർ കേൾക്കാമോ? അതായത് ഈ ചർച്ചയിൽ ആദ്യം എത്തിയ ജോസഫ് വാഴക്കൻ എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ്, അതായത് CAG റിപ്പോർട്ട് പരാമർശിക്കുന്ന വേളയിൽ ഇതേ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അന്ന് തന്നെ UDF സർക്കാർ പലതും പിൻവലിച്ചതാണ്, പിൻവലിക്കേണ്ടി വന്നതാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പിൻവലിച്ചല്ലോ എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ ആ ഉത്തരം ഇന്നുയരുന്ന ധാർമ്മികതയ്ക്ക് മറുപടിയാണോ? ധാർമ്മിക പ്രശ്നത്തിന് തീർച്ചയായിട്ടും മറുപടിയല്ല. കാരണം UDFന്റെ നേതൃനിരയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കൂ. CAG റിപ്പോർട്ട് വരുന്നത് വരെ CAG റിപ്പോർട്ട് വരട്ടെ എന്നും, പിന്നെ ഞങ്ങളിതെല്ലാം പിൻവലിച്ചതാണല്ലോ, പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പകരം വെളിച്ചം പോലെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ്. അതിശക്തിയായ പ്രതിഷേധവും പ്രതിരോധവും അവരുടെ സുധീരൻ തന്നെ, അതായത് KPCC അധ്യക്ഷൻ തന്നെ അതേ സംബന്ധിച്ച് വിമർശിച്ചിരുന്നു. സുധീരൻ വിമർശിച്ചിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിഭാഗം വിമർശിച്ചിരുന്നു, UDFന്റെ അകത്ത് തന്നെ ഒരു വിഭാഗം വിമർശിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അടിതാറുന്ന ഒരു മുന്നണിയുടെ അവസാന കാഴ്ചയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ജനവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസാനത്തെ ഘട്ടത്തിൽ UDFന്റെ ഭാഗമായിട്ട് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ട് വീടെടുത്തുനിന്ന് ഉരുളുക എന്ന് പറയുന്ന ഒരു തന്ത്രം വാഴക്കൻ ഉൾപ്പെടെയുള്ള ആളുകൾ മെനയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പരിഹാസ്യമാക്കപ്പെടുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ ഗവൺമെന്റിന് CAG റിപ്പോർട്ടിൽ സ്ഥാനപ്പെടുത്തിയിട്ട് വന്ന കാര്യങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും ബാധ്യതയും ചുമതലയും ഉണ്ട്. ആ
ബാധ്യതയും ചുമതലയും ഏറ്റെടുക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ പ്രഖ്യാപിത നയത്തിൽ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജാതിമത ശക്തികൾക്ക് കീഴടങ്ങുന്നതല്ല. 2, അത് അഴിമതി വിരുദ്ധമായ സമീപനമാണ്. 3, കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് 3ഉമായിട്ട് കലർന്നിട്ടുള്ളതാണ് ഈ പ്രശ്നങ്ങൾ ഓരോന്നും. ആ അർത്ഥത്തിൽ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ബാധ്യതയുണ്ട്. ആ ചുമതല ഗവൺമെന്റ് നിർവഹിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് അന്നത്തെ ധനമന്ത്രി വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഒരു ഘട്ടം, ബജറ്റ് അവതരണത്തിന്റെ പോലും സാങ്കേതികത്വങ്ങൾ പാലിക്കാതെ വലിയ വിധത്തിൽ KM മാണിയെ ചുറ്റും നിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിയമസഭയിൽ കാണിച്ച കാര്യങ്ങൾ, അതിനെ തുടർന്ന് പോകുന്ന വഴിക്കൊക്കെ വലിയ വെട്ടുവെട്ടിയ മന്ത്രിസഭാ തീരുമാനങ്ങൾ, ഈ വിധത്തിലൊക്കെയുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ എത്തുന്നത് എന്നുകൂടി മറ്റൊരർത്ഥത്തിൽ കൂട്ടി വായിക്കാം. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. തീർച്ചയായിട്ടും കൂട്ടി വായിക്കാം. മാണിയെ മാത്രമല്ല, മന്ത്രിസഭയിലെ നിരവധി മന്ത്രിമാരെയും അതുപോലെ തന്നെ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് അല്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന MLA മാർ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ. ഈ അഴിമതി ആരോപണങ്ങളൊന്നും സജീവമായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയത്തക്ക രീതിയിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ അവർക്കായിട്ടില്ല, UDF-നായിട്ടില്ല. എല്ലാവരെയും സംരക്ഷിക്കുകയായിരുന്നു. ആ സംരക്ഷിച്ചതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം എനിക്കാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി മാറി നിൽക്കുന്ന നിലപാടിലേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം കൂടി ചേർന്ന് ഉമ്മൻചാണ്ടി പ്രതീക്ഷിക്കുന്നതിന് വ്യത്യസ്തമായി UDF-നെ പരാജയപ്പെടുത്തുന്ന നില സ്വീകരിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം രാഷ്ട്രീയമായ തീരുമാനമാണ് ജനങ്ങളുടെ. ആ രാഷ്ട്രീയമായ തീരുമാനത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ തന്നെ ഭാഗമായിട്ട് അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലുണ്ടായ ഓരോന്നും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതായിരുന്നു, ജനവിരുദ്ധമായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ സാധാരണ നിലയിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജനവിരുദ്ധവുമായിരുന്നു. ആ തരത്തിലുണ്ടായ എല്ലാ കാര്യവും അത് ബഡ്ജറ്റ് അവതരിപ്പിക്കാതെ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചത് ഉൾപ്പെടെ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. ഇവരെല്ലാം സംരക്ഷിക്കുകയായിരുന്നു, പരസ്പരം സംരക്ഷിക്കുകയായിരുന്നു. ഈ പരസ്പരം സംരക്ഷിച്ചവരിപ്പോ ആരും തന്നെയും പരസ്പരം സംരക്ഷിക്കാനില്ലാത്ത ഒരു പൂർണ്ണനഗ്നമാക്കപ്പെട്ടൊരവസ്ഥ ഈ കേരളത്തിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. തീർച്ചയായും അഴിമതി വിമുക്ത കേരളം, മതേതരത്വ കേരളം, വികസന കേരളം എന്ന മുദ്രാവാക്യവുമായി എത്തിയ ഇടതുപക്ഷ സർക്കാർ തീർച്ചയായും ഈ ഇപ്പോഴെത്തിയ CAG റിപ്പോർട്ടിൻ്റെ കൂടുതൽ നിയമവശങ്ങളെ പൂർത്തീകരിക്കാൻ ബാധ്യതപ്പെട്ടതാണ് എന്നുകൂടി MV ഗോവിന്ദൻ മാസ്റ്റർ വിലയിരുത്തുന്നു. ഈ ഘട്ടത്തിലാണ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഒപ്പുവെച്ച, പ്രത്യേകിച്ച് UDF സർക്കാരിൻ്റെ അവസാന കാലത്തെടുത്ത പല തീരുമാനങ്ങളും, വിവാദമായ പല തീരുമാനങ്ങളും, മെത്രാൻകായലും കടമക്കുടിയും അടക്കമുള്ളവ, ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടത്, ബീർ വൈൻ പാർലറുകൾ അടക്കമുള്ള വിഷയങ്ങളൊക്കെയും നിയമലംഘനങ്ങളുടെ വഴികളിലൂടെയാണ് കടന്നുപോയതെന്ന് CAG റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മളിപ്പോൾ ചർച്ചയാക്കിയത്. ശ്രീ ജേക്കബ് ജോർജ്, MV ഗോവിന്ദൻ മാസ്റ്റർ, ജോസഫ് വാഴക്കൻ, ഒപ്പം വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷീജ നൽകിയത്.